ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളുടെ ഡിസ്കഷൻ ടോപ്പിക് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാണ്. ഈ എക്സ്പീരിയൻസസിൻ്റെ സ്റ്റോറീസ് കേൾക്കുമ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം, നിങ്ങൾ നാളെ UAE വരുവാണെങ്കിൽ അക്കൗണ്ട്സ് ഫീൽഡിൽ ജോബ് സെർച്ച് ചെയ്യുവാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഏത് കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബെറ്റർ കരിയർ ഗ്രോത്ത് ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് നല്ല പാക്കേജ്, സാലറി വൈസ് നല്ല ഇൻക്രിമെന്റ്, അല്ലെങ്കിൽ നല്ലൊരു സാലറി സ്റ്റാർട്ടിങ് ആസ് എ ഫ്രഷർ നിങ്ങൾക്ക് കിട്ടും. ഇതാണല്ലോ നമ്മൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് നോളജ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ അഷ്വറൻസ് തരുവാണ്. ഈ ഒരു വീഡിയോയുടെ എന്നോട് കൂടി നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ഒരു പിക്ചർ കിട്ടും. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. സോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, എനിക്ക് UAEയിൽ അക്കൗണ്ട്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് മോർ ദാൻ 15 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അവരായിട്ട് നമ്മൾ അവരുടെ സ്റ്റോറീസും അവരുടെ എക്സ്പീരിയൻസും ഒക്കെ നമ്മൾ ഫോണിലൊക്കെ വിളിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സോ ഞാൻ ലാഗ് ചെയ്യുന്നില്ല, പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് കമ്പനി. ഞാനൊരു ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു 4 ടൈപ്സ് ഓഫ് കമ്പനീസ് ആണ്. അതിന്റെ സാലറി വൈസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് കേസ് നമുക്കൊരു ഓഡിറ്റിംഗ് ഫേം എടുക്കാം. ഓക്കെ, എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഓഡിറ്റിംഗ് ഫേമിലാണ്. ഓക്കെ, ആ ഓഡിറ്റിംഗ് ഫേമിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഞാനിപ്പം ആസ് എ ഫ്രഷർ ആയിട്ട് ഓഡിറ്റിംഗ് ഫേമിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് സ്ട്രക്ചർ മനസ്സിലാക്കാൻ പറ്റും. അക്കൗണ്ട്സ് വൈസ് എന്തെല്ലാം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ വാറ്റ് എങ്ങനെ സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് വാറ്റ്, എന്തൊക്കെയാണ് ഒരു അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ്, ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് നോളജ് നമുക്ക് കിട്ടും. അതൊരു വലിയൊരു ബെനിഫിറ്റ് ആണ്. ആസ് എ ഫ്രഷർ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 ഇയർ ഒരു ഓഡിറ്റിംഗ് ഫേമിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേറെ കിട്ടാനില്ല. നിങ്ങൾ വേറെ ഏത് കമ്പനി, ഏത് ടൈപ്പ് ഓഫ് കമ്പനിയിൽ നിങ്ങൾ പോയാലും ഓഡിറ്റിംഗ് ഫേമിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് കിട്ടുന്ന ഒരു നോളജ് ലെവൽ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരിക്കും. അതായത് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് 99% ആയിട്ടുള്ള ഇൻഫർമേഷനും നിങ്ങൾക്ക് ആ ഒരു ഓഡിറ്റിംഗ് ഫേമിൽ നിന്ന് കിട്ടും. ഓക്കെ, അത് കിട്ടാത്ത എന്താ പറയുന്നത് ഒരു നോർമൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവാം. ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കേസാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, UAEയിൽ ഒരു 100 കമ്പനീസ് ഉണ്ടെങ്കിൽ, ടോട്ടൽ 100 കമ്പനീസ് ഉണ്ടെങ്കിൽ ഈ 100 കമ്പനീസിന്റെ എക്സ്പീരിയൻസും അവിടെ എന്താ നടക്കുന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ഫ്രണ്ട്സിന്റെ എക്സ്പീരിയൻസും മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട നോളജ്, നിങ്ങൾക്ക് വേണ്ട ടിപ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് നിങ്ങളൊന്ന് എടുക്കുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ നമുക്ക് എൻ്റെ ഫ്രണ്ടിന്റെ കേസിലേക്ക് തന്നെ പോവാം. അവൾ വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എന്താണ് ഓഡിറ്റിംഗ് ഫേമിലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. സോ അവൾക്ക് ഈ 1 ഇയർ 1.5 ഇയേഴ്സ് അവൾ വർക്ക് ചെയ്യുന്നത്. ഒരു ഹാഫ് മന്ത്സ് കൂടെ അവൾ 6 മന്ത്സ് കൂടെ കഴിയുകയാണെങ്കിൽ അവൾ ഉറപ്പായിട്ടും ആ കമ്പനി വിടും. കാരണം അവർക്ക് വേണ്ട എല്ലാ നോളജും. എനിക്കിപ്പം വരുന്ന ഓരോ ഡൗട്ട്സും ഞാൻ അവളെയാണ് വിളിച്ച് വെക്കാറ്. ഈ ഒരു കേസ് വന്നാൽ എന്താ നമ്മൾ ചെയ്യാം, ഇനി വാറ്റിന്റെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പല ഡൗട്ട്സും വരാറുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇവളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടും സെയിം ക്വാളിഫിക്കേഷൻ ആണ്. ഞാനും പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, അവളും പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ എനിക്ക് എന്ത് ഡൗട്ട് വന്നാലും ഞാൻ അവളോട് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ അവളുടെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അക്കൗണ്ട്സിൽ കംപ്ലീറ്റ് നോളജ് അവൾക്ക് കിട്ടി. ഓക്കെ, ഈ 2 ഇയേഴ്സ് ഒക്കെ ധാരാളമാണ്. അവർക്ക് കറക്റ്റായിട്ട് ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് സ്ട്രക്ചർ, ഫിനാൻഷ്യൽ സ്ട്രക്ചർ അവർക്ക് എന്തൊക്കെ അവിടെ വർക്ക്സ് അതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ 2 ഇയേഴ്സിൽ. ആൻഡ് ഞാൻ അവളോട് ചോദിക്കാറുണ്ട്, നിനക്ക് തോന്നുന്നത് ഓഡിറ്റിംഗ് ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ട് നിനക്ക് തോന്നുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. അവൾ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അവർക്ക് ഒരു കംപ്ലീറ്റ് നോളജ് കിട്ടുന്നുണ്ട്. സെയിം ടൈം ഞാൻ എൻ്റെ കമ്പനിയിൽ ഒരു സോഫ്റ്റ്വെയർ ആണ്, അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ് ഞാനിപ്പം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോർമൽ എല്ലാ കമ്പനീസും അങ്ങനെയാണ്, ഒരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഓഡിറ്റിംഗ് ഫേമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മോർ ദാൻ 1 സോഫ്റ്റ്വെയർ നമ്മൾ അറിഞ്ഞിരിക്കും. കാരണം ഓഡിറ്റിംഗ് ഫേം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ പല കമ്പനീസിന്റെ ഓഡിറ്റിംഗും കാര്യങ്ങളായിരിക്കും ഈ ഒരു ഓഡിറ്റിംഗ് ഫേം ചെയ്യുക. അപ്പം ആ കമ്പനീസ് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഒക്കെ ഇവർക്ക് അത്യാവശ്യം വേണ്ട നോളജ് ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അതൊരു സെക്കൻഡ് ഒരു വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഓഡിറ്റിംഗ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് അതാണ് ബെനിഫിറ്റ് സൈഡ്. ഇനി ഇതിന്റെ നെഗറ്റീവ് സൈഡ്, ഇത് നെഗറ്റീവ് എന്ന് പറയാൻ പാടില്ല. കാരണം ഒരു ഫ്രഷറെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ പിന്നീടുള്ള നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. അവളുടെ ഒരു സാഡസ്റ്റ് സൈഡ് എന്നൊക്കെ പറയാം. ആ ഒരു കേസിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അവളെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട് മോർണിംഗ് 9 നമ്മൾ സിസ്റ്റത്തിന് മുമ്പിൽ ഇരിക്കുവാണെങ്കിൽ ഈവനിങ് 6 വരെ കംപ്ലീറ്റ് വർക്ക് ആയിരിക്കും. മോർണിംഗ് ടു ഈവനിങ് വരെ നമ്മൾ ചില സമയത്ത് അവൾ പറയുന്നതാണ്, ചില സമയത്ത് അവൾക്ക് ഈ സിസ്റ്റത്തിന് മുന്നിൽ കണ്ടെടുക്കാൻ പറ്റില്ല. ആ രീതിക്ക് നമുക്ക് വർക്ക് ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് വർക്ക് പ്രഷറിനേക്കാളും കൂടുതൽ അത്രയും വർക്ക് ഉണ്ട്. ഇതൊരു വർക്ക് പ്രഷറാണെന്ന് വെച്ചാൽ ഓക്കെ, വർക്ക് പ്രഷറാണ്, നമ്മളെ അത്രയും മോർണിംഗ് ടു ഈവനിങ് നമ്മൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ടാവും. എന്നാൽ കൂടെ നമ്മൾ ചിലപ്പം ജോലി കംപ്ലീറ്റ് ആവാതെ നമ്മൾ വീണ്ടും ഹാഫ് ആൻ അവർ അവിടെ ഇരുന്ന് അല്ലെങ്കിൽ 1 അവർ അവിടെ ഇരുന്ന് അവൾ വർക്ക് ചെയ്ത ദിവസങ്ങളുണ്ട്. സോ നമ്മൾ ഓഡിറ്റിംഗ് ഫേമിൽ കയറുവാണെങ്കിൽ നമ്മൾ മെന്റലി നന്നായിട്ട് പ്രിപ്പയർഡ് ആവണം, നന്നായ വർക്ക് ഉണ്ടാവും. ഓക്കെ, 1 to 2 ഇയേഴ്സ് ഞാൻ ഈ കമ്പനിയിൽ എൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കാണിക്കാൻ പോവാണ്. എനിക്ക് വേണ്ട നോളജ് എല്ലാം ഞാൻ അക്വയർ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടെ ഇറങ്ങുള്ളൂ. അങ്ങനെ ഒരു നല്ലൊരു ഒബ്ജക്റ്റീവ്, നല്ലൊരു ടാർഗറ്റ് നിങ്ങൾ മനസ്സിലുണ്ടായിട്ട് വേണം നിങ്ങൾ ഓഡിറ്റിംഗ് ഫേമിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇനി എനിക്ക് ഉറപ്പാണ് ഇവിടെ 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു കമ്പനിയിലേക്ക് കയറുമ്പോൾ അവർക്ക് ഏത് ടൈപ്പ് ഓഫ് കമ്പനി വേണം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കാരണം ഓൾമോസ്റ്റ് കമ്പനിയുടെ എല്ലാ ഒരു പാർട്ടും അവൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഓഡിറ്റിംഗ് ഫേമിന്റെ ഒരു മെറിറ്റ്. ഇതിന്റെ സാലറി വൈസ് ഓഡിറ്റിംഗ് കമ്പനിയിൽ സാലറി എന്ന് പറയുന്നത് അവരുടെ കേസിൽ 3.5 ആണ്. ഓക്കെ, 3.5 ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിൽ കുറവ് കൊടുക്കുന്ന ഓഡിറ്റിംഗ് ഫേം ഉണ്ട്, നല്ല പാക്കേജ് കൊടുക്കുന്ന ഓഡിറ്റിംഗ് ഫേം ഉണ്ട്. ഓക്കെ, ഈ 3.5 വേറെ എക്സ്ട്രാ ബെനിഫിറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് സാലറി ഓക്കെയാണ്, സാലറി ഒരു കുഴപ്പമില്ല. ഓക്കെ, 3.5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എത്രയാണ് ഇന്ത്യൻ റുപ്പി എന്നുള്ളത്. ഓക്കെ,
ഇതാണ് ഓഡിറ്റിംഗ് ഫേമിന്റെ കേസ്. നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഗ്രോത്ത് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. കാരണം ആസ് മച്ച് ആസ് ദ ഇൻഫർമേഷൻ യു ക്യാൻ അക്വയർ ഫ്രം ആൻ ഓഡിറ്റിംഗ് ഫേം. ഓക്കെ, സെക്കൻഡ് കേസ് നമുക്കിനി എൻ്റെ മറ്റൊരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലാണ്. ഓക്കെ, റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ ഇതും ഞാൻ പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള എൻ്റെ മറ്റൊരു ഫ്രണ്ടാണ്. എൻ്റെ സെയിം ക്വാളിഫിക്കേഷൻ ആണ്. അത് 3 ഇയർ ബിഫോർ ആണ് അവളുടെ വരുന്നത്. അവൾക്ക് കിട്ടിയ സാലറി 3 ആണ്, 3K. അതും എത്രയാണ് ഇന്ത്യൻ റുപ്പീ എന്നുള്ളത് ഞാൻ ഇവിടെ കാണിക്കാം. അപ്പം 3K, അതായത് 3000 ആണ് അവൾക്ക് കിട്ടിയത്. അവളുടെ ഒരു ബെനിഫിറ്റ് സൈഡ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് കമ്പനീസ് അവൾക്ക് കൊടുത്ത പാക്കേജും പിന്നെ പ്ലസ് അവൾക്ക് അക്കോമഡേഷൻ UAE വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത് എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസ് തന്നെ ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ അക്കോമഡേഷൻ. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും നമ്മുടെ അക്കോമഡേഷന്റെ എക്സ്പെൻസസ് ഒക്കെ. സോ അവളുടെ ഒരു കേസിൽ അവർക്ക് 3K പ്ലസ് അവർക്ക് അക്കോമഡേഷൻ ഒരു 50% കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് റിയൽ എസ്റ്റേറ്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ സ്വന്തം ഫ്ലാറ്റ്സ് ഉണ്ടാവും. ഈ ഫ്ലാറ്റ് ഒക്കെ എംപ്ലോയീസിനും കൂടെ അവരെന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കിട്ടിയത് ഫോർ എക്സാമ്പിൾ ഒരു 50,000 ഇന്ത്യൻ റുപ്പിയിലാണ് ഞാൻ പറയുന്നത്. 50,000 ആണ് അവരുടെ മന്ത്ലി അക്കോമഡേഷന് വരുന്ന എക്സ്പെൻസ് ആ ഫ്ലാറ്റിന് വരുന്നതെങ്കിൽ അതിന്റെ 50% മാത്രം അവൾ കൊടുത്താൽ മതി. അതായത് 25,000 മാത്രം അവൾ പേ ചെയ്താൽ മതി. സോ അത് അവളെ സംബന്ധിച്ച് ഭയങ്കര ബെനിഫിറ്റ് ആണ്. കാരണം അവൾ ഹസ്ബൻഡാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം അവർക്ക് അക്കോമഡേഷന്റെ എക്സ്പെൻസ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം റിയൽ എസ്റ്റേറ്റിന്റെ കേസിൽ ഇതിന് ഒരു ചാൻസ് കൂടുതലാണ്. എൻ്റെ വേറൊരു ഫ്രണ്ടും വേറൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവൾക്ക് യാതൊരു അഡീഷണൽ ബെനിഫിറ്റ് അവൾക്കില്ല. സോ എല്ലാ റിയൽ എസ്റ്റേറ്റ് കമ്പനീസും ഇങ്ങനെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവൾക്ക് ഈ അക്കോമഡേഷന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. സെയിം ടൈം മറ്റൊരു ഫ്രണ്ട് വേറൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവൾക്ക് ഇങ്ങനെയുള്ള യാതൊരു ബെനിഫിറ്റ്സും കിട്ടുന്നില്ല. ഓക്കെ, ഇനി ഈ ഫ്രണ്ട് കേസ് എടുക്കാം. അതായത് ബെനിഫിറ്റ് കിട്ടുന്ന ഫ്രണ്ട് അവൾക്ക് 3K ആണ് സാലറി പ്ലസ് അവൾക്ക് ഈ പറഞ്ഞ അഡീഷണൽ ബെനിഫിറ്റ് അതായത് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് അവൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇയർലി എല്ലാ കമ്പനീസിലും സാലറി ഇൻക്രിമെന്റ് ഉണ്ടാവാം. ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ അതായത് എൻ്റെ ഈ ഫ്രണ്ടിന് അത്യാവശ്യം നല്ല ഇൻക്രിമെന്റ്. ചില കമ്പനീസ് ഇയർലി 500 ദിറംസ് എത്രയാണെന്ന് ഇവിടെ കാണിക്കാം. 500 ദിറംസ് ഇയർലി പ്രൊവൈഡ് ചെയ്യുന്ന നല്ല കമ്പനീസ് ഉണ്ട്. 250 പ്രൊവൈഡ് ചെയ്യുന്ന മറ്റു ചില കമ്പനീസും UAE ഉണ്ട്. ഓക്കെ, സോ 200 100 ഇയർലി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസും ഇവിടെ ഉണ്ട്. ഓക്കെ, സോ റിയൽ എസ്റ്റേറ്റ് കമ്പനീസിൽ ഈ ഒരു ബെനിഫിറ്റ് ഇൻ ടേംസ് ഓഫ് സാലറിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി കരിയർ ഗ്രോത്തിന്റെ കേസിൽ റിയൽ എസ്റ്റേറ്റ് കേസിൽ പറയുകയാണെങ്കിൽ ഇവിടെ 4 ഇയേഴ്സ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുകയാണ്. അപ്പം ഞാൻ ചോദിച്ച സമയത്ത് അവളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവൾ പറയുന്നത് ഇനി ഈ ഒരു ഇൻഡസ്ട്രി ഈ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ മറ്റൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലേക്കാണ് ഞാൻ പോകുള്ളൂ. കാരണം ഈ 4 ഇയേഴ്സിൽ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി എങ്ങനെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള കംപ്ലീറ്റ് പിക്ചർ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതിനപ്പുറം വേറൊരു കമ്പനി പോയി വർക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കില്ല. സോ എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ തന്നെ ഇവിടെ സ്റ്റേ ചെയ്യണം, എങ്കിൽ മാത്രമേ എനിക്ക് നല്ലൊരു സാലറി ഇൻക്രിമെന്റ് ചോദിക്കാൻ പറ്റുള്ളൂ. സോ സെയിം ഫീൽഡ് തന്നെ പോകാനാണ് എനിക്കിഷ്ടം, എനിക്കതേ പറ്റുള്ളൂ. ആ ഒരു കാര്യമാണ് അവൾ പറഞ്ഞത്. ശരിയാണ്, കാരണം അവൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഠിച്ച കാര്യം ഈ 4 ഇയേഴ്സ് ആയിട്ട് അവൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് കമ്പനീസിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ വർക്ക്സ് ആണ് അവിടെ ഉള്ളത്, അത് കംപ്ലീറ്റ് ആയിട്ടുള്ള നോളജ് അവൾക്കുണ്ട്. സോ അവളെ സംബന്ധിച്ച് നെക്സ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് അവൾ ജോലി മാറുന്ന സമയത്ത് ഉറപ്പായിട്ടും അവൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ മാത്രമാണ് പോകുള്ളൂ. സോ ഇതാണ് ഈ ഒരാളുടെ കേസ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഓഡിറ്റിംഗ് ഫേമിലെ കുട്ടീനെ സംബന്ധിച്ച് അവൾക്ക് ഇനി ചൂസ് ചെയ്യാം. കാരണം അവൾക്ക് എല്ലാ കമ്പനീസിലും എല്ലാ ടൈപ്പ് ഓഫ് കമ്പനീസിന്റെ അക്കൗണ്ട്സിനെ പറ്റിയും നല്ല നോളജ് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ അവൾക്ക് ഇനി ചൂസ് ചെയ്യാം. ഞാൻ ഏത് ഫേമിൽ പോയാൽ ഏത് കമ്പനിയിൽ പോയാൽ എനിക്ക് ബെറ്റർ പാക്കേജ് ഉണ്ടാവും അല്ലെങ്കിൽ ബെറ്റർ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. സോ അവൾക്ക് ചൂസ് ചെയ്യാം. അതാണ് ഓഡിറ്റിംഗ് ഫേമിന്റെ ഒരു ബെനിഫിറ്റ്. ഈ കേസിൽ പറയുകയാണെങ്കിൽ നല്ല ബെനിഫിറ്റ് ഉണ്ട്. ബട്ട് ഇനി അവൾ ചൂസ് ചെയ്യുന്ന കമ്പനി അത് തന്നെയാണെന്നാണ് അവൾ പറയുന്നത്. അതല്ലാതെ ആ കമ്പനിയല്ല വേറെ കമ്പനിയിലേക്ക് നമ്മൾ മാറുന്ന ആൾക്കാരും ഉണ്ട്. സോ ഇവിടെ കേസാണ് ഞാൻ പറഞ്ഞത്. സോ രണ്ടും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടിന്റെയും ബെനിഫിറ്റും രണ്ടിന്റെയും ഡിമെറിറ്റും. പിന്നെ ഈ റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന അവളെ സംബന്ധിച്ച് അവൾക്ക് വർക്ക് പ്രഷർ ഇല്ല. അവൾ പറഞ്ഞിട്ടുണ്ട് ചില സമയത്ത് നമുക്ക് വർക്ക് ഉണ്ടാവും, ചില സമയത്ത് നമ്മൾ ഫ്രീ ആണ്, നമുക്ക് വെറുതെ ഇരിക്കാം, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. സമയം നല്ല ടൈമാണ്. മോർണിംഗ് 9 to 5 ആണ് അവൾ വർക്കിംഗ് ടൈം വരുന്നത്. സാറ്റർഡേ സൺഡേ ഓഫ് ആണ്. ബട്ട് ഓഡിറ്റിംഗ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് സാറ്റർഡേ സൺഡേ ഓഫ് ഇല്ല. ഐ മീൻ സൺഡേ ഓഫ് ആണ്, സാറ്റർഡേ ഓഫ് ഇല്ല. 9 to 6 ആണ് വർക്കിംഗ് അവേഴ്സ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ചിലപ്പോൾ 6 അല്ല, ചിലപ്പോൾ 7 o'clock വരെ അവൾ ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ രണ്ട് കേസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തേർഡ് കമ്പനി അത് മറ്റാരുടെ അല്ല, എൻ്റെ കമ്പനി. ടോട്ടൽ 3 കേസസ് ആണ് കേട്ടോ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തേർഡ് ഇനി എൻ്റെ കേസിലേക്ക് വരാം. ഓക്കെ, എൻ്റെ കേസ് എന്ന് പറയുന്നത് ഞാനൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ വരുന്ന ഐറ്റംസ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഫുഡ് ഐറ്റംസ് ആണ്. ഓക്കെ, അപ്പം അതിൽ എനിക്കുള്ളൊരു ബെനിഫിറ്റ്സ് നമുക്ക് നന്നായിട്ട് ഡിഫറെന്റ് ഫുഡ്സ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതൊക്കെ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഒരുപാട് സപ്ലൈസ് ഒക്കെ നമുക്ക് ഫ്രീ സാമ്പിൾസ് ഒക്കെ കൊണ്ടുവരും. അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ചിട്ടുണ്ട്. സോ അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. നമ്മൾ ഇതുവരെ കഴിക്കാത്ത പല പ്രൊഡക്ട്സും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വിടും, നമുക്ക് നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് കിട്ടാം. സോ എൻ്റെ കമ്പനി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ്, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ കമ്പനി. സോ എൻ്റെ കേസിൽ എൻ്റെ ഒരു ബെനിഫിറ്റ് പറയാം ആദ്യം. എൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും അക്കൗണ്ട്സ് റിലേറ്റഡ് വർക്ക് ഞാൻ ചെയ്ത ഒരാളല്ല, പ്രോപ്പർ അക്കൗണ്ട്സ് ഞാൻ ചെയ്ത ഒരാളല്ല. എൻ്റെ പാസ്റ്റ് പ്രൊഫഷൻ ഒരിക്കലും അക്കൗണ്ട്സേ അല്ല. സോ ഞാൻ ഫസ്റ്റ് വന്നിരുന്നത് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് എൻ്റെ ബേസിക് ഫൗണ്ടേഷൻ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ എനിക്ക് ഇത് സ്മോൾ കമ്പനി എന്ന് പറയാൻ പറ്റില്ല, ബിഗ് കമ്പനി എന്ന് പറയാൻ പറ്റില്ല, മീഡിയം ലെവലിൽ വരുന്ന കമ്പനിയാണ്.
ഞങ്ങളുടെ കമ്പനിയിൽ ടോട്ടൽ 50 സെയിൽസ്മാൻ ഉണ്ട്. ഓക്കെ, ഈ 50 സെയിൽസ്മാനും നമ്മൾ മന്ത്ലി ടാർഗറ്റ് കൊടുക്കും. അതായത് അവരുടെ സെയിൽസ് ഈ മന്തം ഇത്ര ആയിരിക്കണം. അങ്ങനെ നമ്മൾ മന്ത്ലി ടാർഗറ്റ് നമ്മൾ ഫിക്സ് ചെയ്യും. അതുപോലെ തന്നെ 12 മന്ത്സിൽ 1 ഇയറിന്റെ ടാർഗറ്റും അവർക്ക് ഫിക്സ് ചെയ്യും. സോ എനിക്ക് തന്ന സാലറി എത്രയാണോ അതുപോലെ തന്നെ അവർക്ക് നോർമൽ സാലറീസ് ഉണ്ടാവും. അതോടൊപ്പം അവർക്ക് ടാർഗറ്റ് ഉണ്ടാവും. ടാർഗറ്റ് കഴിഞ്ഞാൽ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ അവർക്ക് കമ്മീഷനും കിട്ടും. ഓക്കെ, അത് സെയിൽസ്മാന്റെ കേസ്. ഇനി അക്കൗണ്ട്സ് ഫീൽഡിൽ, അതായത് കമ്പനി സൈഡിന്റെ അക്കൗണ്ട്സ് ഫീൽഡിൽ വരുന്ന ഒരു ബെനിഫിറ്റ് പറയാം. അക്കൗണ്ട്സ് ഫീൽഡ് മാത്രമല്ല, ഓഫീസ് സ്റ്റാഫിന്റെ കേസിലുള്ള ഒരു ബെനിഫിറ്റ് പറയാം. ഇങ്ങനെ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനി ആവുന്ന സമയത്ത് ഈ ടാർഗറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഈ 1 ഇയർ 2025 ആണല്ലോ ഇപ്പം. ഈ 2025 നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഈ ടാർഗറ്റ് ഡിസംബർ എൻഡിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, അച്ചീവ് ചെയ്താൽ, നോർമൽ കേസിൽ അച്ചീവ് ചെയ്യാറുണ്ട്. ഓക്കെ, അച്ചീവ് ചെയ്യാത്ത ഇയേഴ്സ് ഒക്കെ വളരെ റെയർ ആയിട്ടാണ് സംഭവിക്കാറ്. ഓക്കെ, അപ്പം അച്ചീവ് ചെയ്യുവാണെങ്കിൽ 2026 ജാനുവരി, അതായത് നെക്സ്റ്റ് ഇയർ ജാനുവരിയിൽ നിങ്ങൾക്ക് ബോണസ് കിട്ടും. ഓക്കെ, ബോണസ് നമ്മുടെ നാട്ടിലൊക്കെ ബോണസ് എന്ന് പറയുമ്പോൾ ഒരു 10,000 സാലറി, ഇന്ത്യൻ റുപ്പി 10,000 സാലറി ഉള്ള ഒരാളുടെ ബോണസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിരിക്കുന്നത് 1,000, 2,000 ഒക്കെ നമ്മൾ ബോണസ് ആയിട്ട് കൊടുക്കും. ചില കമ്പനീസ് കൊടുക്കും. ഓക്കെ, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ബോണസ് എന്ന് പറയുന്നത് 1 മന്ത് സാലറിയാണ് ബോണസ് ആയിട്ട് കിട്ടും. നിങ്ങളൊന്ന് ആലോചിക്കുക. ഫോർ എക്സാമ്പിൾ, എൻ്റെ സാലറി ഇന്ത്യൻ റുപ്പി 1 lakh ആണ് ഇവിടെ എനിക്ക് കിട്ടുന്നത്. ഇന്ത്യൻ റുപ്പിയിലാണ് ഞാൻ കൺവേർട്ട് ചെയ്യുന്നത്. 1 lakh ആണ് എനിക്ക് കിട്ടുന്നത്, കറന്റ് കിട്ടുന്നത്. സപ്പോസ് നിങ്ങൾ തിങ്ക് ചെയ്യാം. ഓക്കെ, സോ 2025 ഈ കംപ്ലീറ്റ് സെയിൽസ്മാനും അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ജാനുവരിയിൽ എനിക്ക് കിട്ടുന്ന സാലറി 1 lakh അല്ല, 1 lakh പ്ലസ് ബോണസ് ആണ്. ഈ ബോണസ് എന്ന് പറയുന്നത് 1 മന്ത് സാലറിയാണ് ബോണസ് ആയിട്ട് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് 1 lakh പ്ലസ് ബോണസ് എൻ്റെ 1 മന്ത് സാലറിയാണ്. സോ 1 lakh പ്ലസ് ബോണസ് 1 lakh ഇസ് ഈക്വൽ ടു 2 lakh ആയിരിക്കും എനിക്ക് ജാനുവരിയിൽ കിട്ടാൻ പോകുന്ന സാലറി. സോ നിങ്ങളൊന്ന് ആലോചിച്ച് 4,000 dirham അല്ലെങ്കിൽ 5,000 dirhams ആണ് എൻ്റെ സാലറി എങ്കിൽ എനിക്ക് ജാനുവരി 2026 ജാനുവരിയിൽ എനിക്ക് കിട്ടാൻ പോകുന്ന സാലറി 10,000 ആണ്. 10,000 എത്രയാണെന്ന് എനിക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇന്ത്യൻ റുപ്പിൽ എത്രയാണ് ഞാൻ പറഞ്ഞുതരാം. സോ ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ മെയിൻ അട്രാക്റ്റീവ്. സത്യമാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിക്കുക, നമുക്ക് നന്നായിട്ട് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ബോണസ് എന്ന് പറയുന്നത്. വർക്ക് ചെയ്യാനും അതോടൊപ്പം നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന എന്താണെങ്കിലും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആ ഒരു കേസിൽ ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ബോണസും കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണിത്. ഇപ്പോഴും ഞാൻ പറയുന്നത് UAE ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉണ്ടാവും. എല്ലാ കമ്പനീസും കൊടുക്കുന്നില്ല, എൻ്റെ കമ്പനി കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ എൻ്റെ സാലറി വൈസ്, എൻ്റെ പാക്കേജ് വൈസ് ഉള്ള ഒരു ബെനിഫിറ്റ് ആണ് ഞാൻ പറയുന്നത്. പിന്നെ ഇങ്ങനത്തെ കമ്പനിയിൽ നോർമലി അക്കൗണ്ട്സിൽ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ റിസീവബിൾ സെക്ഷനിലാണെങ്കിൽ അവർ റിസീവബിൾസിൽ മാത്രം വർക്ക് ചെയ്യും. ആൻഡ് ഞാനിപ്പോൾ പേയ്മെന്റ് ആണെങ്കിൽ പേയ്മെന്റ് സൈഡ് മാത്രം അറിയും. അങ്ങനെയാണ് നോർമലി കാണാറ്. ബട്ട് ഞങ്ങളുടെ കമ്പനിയിൽ ടോട്ടൽ 3 അക്കൗണ്ടൻസി ഉള്ളൂ. അതിൽ ഒരാൾ ഫിനാൻസ് മാനേജറാണ്, ബാക്കി 2 പേരാണ് ഞങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ജൂനിയർ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 പേർക്കും ഞങ്ങൾക്ക് 2 പേർക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ കമ്പനിയിലെ കംപ്ലീറ്റ് അക്കൗണ്ട്സും ഞങ്ങൾക്ക് നല്ല നോളജ് കിട്ടിയിട്ടുണ്ട്. സോ ഞങ്ങൾ 2 പേരും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അവൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനും ചെയ്യുന്നുണ്ട്. സോ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു നോളജ് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് എനിക്കൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നാളെ എനിക്ക് ജോലി മാറുവാണെങ്കിൽ, എനിക്ക് അടുത്ത ജോലി ഇന്റർവ്യൂ കിട്ടുന്ന സമയത്ത് ഞാൻ പറയും എനിക്ക് എല്ലാ ഫീൽഡിലും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, പേയ്മെന്റ് അറിയാം, അതുപോലെ തന്നെ റിസീവബിൾസ് അറിയാം, എല്ലാം എനിക്കറിയാം. ഞാൻ ഉറപ്പായിട്ടും പറയും. കാരണം എനിക്ക് അത്രയും നോളജ് ഈ ഒരു കമ്പനി തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ഈ 2 സൈഡിലും സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഓഡിറ്റിംഗ് ഫേമിൽ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു രീതിക്കുള്ള നോളജ് ഇല്ലെങ്കിലും എനിക്ക് ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് സ്ട്രക്ചർ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അക്കൗണ്ട്സ് ഫീൽഡിൽ. ഓക്കെ, സോ ഇതാണ് എൻ്റെ ബെനിഫിറ്റ്. ആൻഡ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ്, എനിക്കറിയുന്ന കമ്പനി തന്നെ 1 മന്ത് സാലറി എല്ലാവർക്കും ബോണസ് കൊടുക്കുന്ന, 2 മന്ത്സ് 3 മന്ത്സ് സാലറി ബോണസ് ആയിട്ട് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കിയേ, ഇന്ത്യൻ റുപ്പി 2 lakh ആണ് എനിക്ക് ഇവിടെ കിട്ടുന്ന സാലറി എങ്കിൽ 3 മന്ത് ബോണസ് ജാനുവരിയിൽ കിട്ടുക എന്ന് പറയുമ്പോൾ 2 lakh ടോട്ടൽ 8 lakh നമ്മളുടെ സാലറി വരുന്നത്. ഇങ്ങനെ വാങ്ങിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഓക്കെ, നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര എന്താണ് എക്സാജറേഷൻ ആണോ, എന്തൊക്കെ പറയുന്നത്, ഇത്രയൊക്കെ സാലറി കിട്ടും. ഓഫ് കോഴ്സ് ഗൈസ്, നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അതിനുവേണ്ടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾ ബേസിക് ആയിട്ട് എല്ലാ അക്കൗണ്ട്സ് റിലേറ്റഡ് ടേംസും അക്കൗണ്ട്സിന്റെ കംപ്ലീറ്റ് നോളജും ലേൺ ചെയ്ത് എല്ലാ നോളജും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഇങ്ങോട്ടേക്ക് വരിക. അത്യാവശ്യം വേണ്ട ക്വാളിഫിക്കേഷനും നിങ്ങൾ നേടിയെടുത്തിട്ട് മാത്രം ഇങ്ങോട്ടേക്ക് വരിക. നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഇവിടെ കിട്ടും, അത് ഷുവർ ആണ്. പക്ഷേ നിങ്ങളുടെ നോളജ് ലെവൽ ഡിപ്പെൻഡ് ആണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നോളജ് നമുക്ക് ഉണ്ടാവുക വേണം. അറ്റ് ദ സെയിം ടൈം നമുക്ക് അത് എക്സിബിറ്റ് ചെയ്യാനും പറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ. സോ ഞാൻ ഇനി ആഗ്രഹിക്കുന്നത് പറയുന്നത് അങ്ങനെ 2 മന്ത് സാലറി ഒക്കെ ബോണസ് കൊടുക്കുന്ന കമ്പനീസ് ആണ് എൻ്റെ ടാർഗറ്റ്. ബിക്കോസ് ഐ വാണ്ട് ടു ബിക്കം റിച്ച്. എല്ലാവരെയും പോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് റിച്ച് ആവണം, നമുക്ക് ഇൻഡിപെൻഡന്റ് ആവണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, എനിക്ക് തുറന്ന് പറയുന്നതിന് കുഴപ്പമില്ല. എനിക്കിഷ്ടമാണ് നല്ലൊരു സ്റ്റാറ്റസ് ഇൻ ടേംസ് ഓഫ് സാലറി ആൻഡ് ഓൾ ഫെസിലിറ്റീസ്. എനിക്കത് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ആയിരിക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, സോ ഞാൻ അത് എക്സ്പെക്ട് ചെയ്താണ് നിങ്ങളോട് ഇത് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. സോ ഇത്രയാണ്. ഇനി നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാൻ 3 കമ്പനീസ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഈ 3ലും നിങ്ങളൊന്ന് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്യൂച്ചർ എവിടെ ഇരിക്കണം നിങ്ങൾ മനസ്സിലാക്കുക. നാളെ ഇന്റർവ്യൂ വരുമ്പോൾ ഈ കമ്പനി എന്താണെന്നുള്ള കംപ്ലീറ്റ് നോളജ് ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്ത് ടൈപ്പ് ഓഫ് കമ്പനിയാണിത്, ഇവിടെ നാളെ ഞാൻ വർക്ക് ചെയ്താൽ എനിക്ക് ഫ്യൂച്ചറിൽ കരിയർ ഗ്രോത്ത് ഉണ്ടാവോ, അതുപോലെ സാലറി വൈസ് ഇൻക്രിമെന്റ് ഈ രീതിയൊക്കെ ഓക്കെ ആയിരിക്കുമോ, എനിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഇവിടെ ഉറപ്പിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ കൺഫേം ആക്കിയതിനു ശേഷം മാത്രം അവിടെ നിങ്ങൾ
എൻ്റർ ചെയ്യാം. ഓക്കെ, ഇപ്പോഴും ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും ഒരു ഇന്റർവ്യൂ എങ്കിലും വന്നിട്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് കയറിയാൽ മതി, ഇത്രയൊന്നും ചിന്തിച്ചിട്ട് എനിക്ക് ചെയ്യാനുള്ള ടൈമൊന്നും എനിക്ക് ഉണ്ടാവില്ല, ഒരുപാട് ഫിനാൻഷ്യലി നമുക്ക് ഒരുപാട് പെട്ടെന്ന് നമുക്ക് ഫിനാൻഷ്യലി ഓക്കെ ആവണം, അങ്ങനെ ഒരുപാട് പെട്ടെന്ന് കയറി തീരുമാനം എടുത്ത് പെട്ടുപോയ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. സോ നമ്മളിപ്പോൾ ഒരു കമ്പനി കയറിയിട്ട് അവർ നമ്മൾ വിസയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ, വിസയൊക്കെ തന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പെട്ടെന്ന് മാറുന്നതെന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ആയിരിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്ന ഓരോ ഡിസിഷനും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അക്കൗണ്ട്സ് ഫീൽഡിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ ചെയ്യും. ഇൻ കേസ് ഏതെങ്കിലും റിപ്ലൈ ഞാൻ തന്നിട്ടില്ലെങ്കിൽ ഐ എം സോ സോറി. സോ ഇതാണ് നമ്മുടെ UAE 3 ഡിഫറെന്റ് കമ്പനീസിന്റെ കേസസ് വരുന്നത്. ഇനിയും എൻ്റെ ഫ്രണ്ട്സിന്റെ ചില ഷെയറിംഗ് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഈ കമ്പനി എങ്ങനെയായിരിക്കും അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കാം. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് തരും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, please do subscribe and like my channel. Thank you.